അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സൂറത്തു ഹജ്ജിലെ 30-31 ആയത്താണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ചില സംഗതികൾ സൂചിപ്പിച്ചു. അതിനുശേഷം പറയുകയാണ്, ذَلِكَ وَمَنْ يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِنْدَ رَبِّهِ. അതാണ് ഹജ്ജിന്റെ വിഷയം. അഥവാ മുന്നുള്ള ആയത്തിൽ പറഞ്ഞതിന് ശേഷം അതാണ് ഹജ്ജിന്റെ വിഷയം. ആരെങ്കിലും അള്ളാഹുവിന്റെ പവിത്രമായ, അള്ളാഹു പവിത്രം നൽകിയിട്ടുള്ള വസ്തുക്കളെ ബഹുമാനിക്കുകയാണെങ്കിൽ, ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അത് അവന് തന്റെ റബ്ബിന്റെ അടുക്കൽ ഗുണകരമാകുന്നു. വ ഉഹില്ലത് ലക്കുമുൽ അൻആം ഇല്ലാ മാ യുത്ല അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതൊഴിച്ച് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികൾ വിരോധിച്ചിട്ടുണ്ട്. അതിന് പുറമേയുള്ള മൃഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് ഹലാലാക്കി. ഫജ്തനിബുർ റിജ്സ മിനൽ ഔസാൻ, ആകയാൽ വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയെ നിങ്ങൾ വർജിക്കുവീൻ. വജ്തനിബു ഖൗലസ്സൂർ, കള്ളം പറയലും വർജിക്കുവീൻ. ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി, അല്ലാഹുവിനു വേണ്ടി നിഷ്കളങ്കരായിട്ടുള്ള ആ മനസ്സോടുകൂടെ അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത നിലയിൽ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വല്ലതിനെയും പങ്കു ചേർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പങ്കു ചേർത്താൽ, ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ഏതുപോലെയാണ്? ആകാശത്ത് നിന്ന് വീണിട്ട്, ഫതഖ്തഫുഹു ത്വയ്റു, അവനെ പറവകൾ റാഞ്ചി കൊണ്ടുപോവുകയോ, ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ്, ദൂരപ്പെട്ട ഒരു സ്ഥലത്തേക്ക് കാറ്റ് കൊണ്ടുപോയി ഇടുകയോ ചെയ്യുന്നവനെ പോലെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അപ്പൊ ഈ ആയത്തിന്റെ തുടക്കത്തിൽ ദാലിക വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ്, അപ്പൊ ദാലിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുന്നേ കഴിഞ്ഞ ഹജ്ജിന്റെ വിഷയങ്ങൾ. ഇതാണ് ഹജ്ജിന്റെ വിഷയങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. തവാഫ്, അതുപോലെ തന്നെ തലമുണ്ടനം ചെയ്യുന്നത്, പിന്നെ മൃഗങ്ങൾ അറുക്കുന്നത്, അതുപോലെ തന്നെ
ഹദിയ അറുക്കുന്നത്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ട് ആ മൃഗങ്ങൾ അറുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു കഴിഞ്ഞ ആയത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഇതാണ് ഹജ്ജിന്റെ വിഷയം. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ്, ഇനി ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹു പവിത്രമാക്കിയിട്ടുള്ള വസ്തുക്കളെ ആരെങ്കിലും ആദരിക്കുകയാണ് എങ്കിൽ, ഇമാം സഅദി റഹിമഹുല്ലാ അതിനെ വിശദീകരിക്കുന്നതായി കാണാം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധി നൽകിയിട്ടുള്ള, പവിത്രത നൽകിയിട്ടുള്ള സംഗതികൾ ഒരു മനുഷ്യൻ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള കൂടുതൽ ബന്ധം, നമ്മളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുവാനും അതുപോലെ തന്നെ അവനോടുള്ള ഇഷ്ടം അത് വർദ്ധിപ്പിക്കുവാനുമുള്ള കാരണമായി തീരും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ള വസ്തുക്കൾ, അതിനെ നമ്മൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയൊക്കെ ഉണ്ടാവും, ബഹുമാനിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷ വരുത്താൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള സംഗതികൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് നമ്മോട് ചെയ്യാൻ പറയും, അതിനുശേഷം ആ പരിധി വിട്ടുകളക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ, അതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുകയാണ് എങ്കിൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അത് അവന് അള്ളാഹുവിന്റെ അടുക്കൽ ഖൈർ ആയിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ എന്താണ് ഹുറുമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുജാഹിദ് റഹിമഹുല്ലാ പറയുകയാണ്, ദാലിക വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ്, ഇവിടെ അൽ ഹുറുമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക വൽ ഹജ്ജ് വൽ ഉംറ വമാ നഹല്ലാഹു അൻഹു മിൻ മആസിഹി കുല്ലിഹാ. മക്ക അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഹജ്ജ്, ആ കർമ്മത്തിന് എന്താക്കിയിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉംറ, ഇതിനൊക്കെ ആ പവിത്രത നൽകി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മാ നഹല്ലാഹു അൻഹു മിൻ മആസിഹി കുല്ലിഹാ, എല്ലാ ചെറുതും എല്ലാ പാപങ്ങളും, ആ പാപത്തിനൊക്കെ നമ്മൾ എന്താക്കണം, അള്ളാഹു വിരോധിച്ച സംഗതികളെ വിട്ടു നിന്നുകൊണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, ചില പരിധി നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിനപ്പുറം വിട്ടുകടക്കരുത്. അതുപോലെ തന്നെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതികൾ അത് അതേപടി പാലിക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അവൻ എന്തായിരിക്കും, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഖൈർ ആയിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പൊ ഇവിടെ ഖൈർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, നമ്മൾ ഒരു നന്മ ചെയ്യുകയാണ് എങ്കിൽ ആ നന്മക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെയാണ് അതുപോലെ തന്നെയാണ് അലാ തർക്കിൽ മുഹറമാത്ത്, നമ്മൾ ഒരു തിന്മ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകിയിട്ടുണ്ട്, പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മളൊരു സംഗതി ചെയ്യുന്നില്ല, കാരണം എന്താ, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് വിലക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല, ആ ഒരു നിലക്ക് നമ്മൾ ഉപേക്ഷ വരുത്തുകയാണ് എങ്കിൽ അതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നർത്ഥം. വമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹ്, ഈ ഹുർമത്ത് കൊണ്ട് നമ്മൾ പറഞ്ഞു, നമുക്കറിയാം ധനം, ഒരു മുസ്ലിമിന്റെ ധനം, അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ മോഷ്ടിച്ചെടുക്കുവാനോ അതല്ലെങ്കിൽ കള്ളസാക്ഷ്യങ്ങൾ വരുത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കിക്കൊണ്ട് അവരുടെ മുതൽ നമ്മൾ കൈക്കലാക്കാനോ പാടില്ല. അതുപോലെ തന്നെ മുസ്ലിമിന്റെ അഭിമാനം, അതിനും ക്ഷതം വരുത്താൻ നമുക്ക് അർഹതയില്ല. അതുപോലെ തന്നെ അവന്റെ രക്തം, ഒരു മുസ്ലിമിനെ കൊല്ലാനോ അതല്ലെങ്കിൽ ആക്രമിക്കുവാനോ ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയതാണ്. അതുപോലെ തന്നെ മക്ക, അതുപോലെ തന്നെ ഉംറ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള സംഗതികൾ, അതിനൊക്കെ നമ്മൾ എന്താക്കണം, അള്ളാഹു വിലക്കിയിട്ടുള്ള സംഗതികൾ ഉപേക്ഷ വരുത്തിക്കൊണ്ട് അതിനെന്താക്കണം, നമ്മൾ ആദരിക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സംഗതികളെ അതിന് ആ ഒരു നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ചെയ്താൽ ഫഹുവ ഖൈറുൽ ലഹു ഇൻദ റബ്ബിഹി, അതാണ് അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഖൈർ ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അതിൽ മനസ്സിലാക്കേണ്ടതെന്ന്, നമ്മൾ നന്മ ചെയ്യുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതേപോലെയാണ് നമ്മൾ ഒരു തിന്മ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനും പ്രതിഫലം നൽകും എന്ന് ചുരുക്കി മനസ്സിലാക്കാം. ഇനി ആ ആയത്തിന്റെ ബാക്കി ഭാഗം, വഉഹില്ലത് ലക്കുമുൽ അൻആം ഇല്ലാ മാ യുത്ലാ അലൈക്കും, നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുള്ള ചില സംഗതികൾ അഥവാ വിരോധിച്ചതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംഗതികൾ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമേയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് എന്താക്കിയിട്ടുണ്ട്, ഹലാലാക്കി തന്നു. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിരോധന വന്നിട്ടുള്ള ആ മൃഗങ്ങൾ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി കേൾപ്പിച്ചിട്ടുള്ളത്?
സൂറത്തു മാഇദയിലൂടെ നമുക്ക് കാണാം, ഹുർരിമത് അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്, ഒന്നതിൽ പറയുന്നത് മൈത്ത, ശവം, അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്താക്കിയിട്ടുണ്ട്? ഹറാമാക്കിയിട്ടുണ്ട്. വദ്ദമു, രക്തം അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കി? ഹറാമാക്കി. അതുപോലെ തന്നെ വലഹ്മുൽ ഖിൻസീർ, പന്നി മാംസം, അതിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിൻ്റെതല്ലാത്ത പേരിൽ, അവന്റെ പേരില്ലാതെ അറുക്കപ്പെട്ട മൃഗം, അതിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൽ മുൻഖനിഖതു, ശ്വാസം മുട്ടിച്ച് കൊന്നത് അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തത്, അതുപോലെ തന്നെ അടിച്ചു കൊന്നത്, വീണു ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗങ്ങൾ ആക്രമിച്ചുകൊണ്ട് അതിനെ ചത്തത്, ഇങ്ങനെയുള്ള മൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്? നമുക്ക് ഹറാമാക്കിയിട്ടുണ്ട്. 1 ശവം, 2 രക്തമാണ്, 3 പന്നി മാംസം, പിന്നെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ മറ്റുള്ള ആളുകളുടെ പേരിൽ അറക്കപ്പെട്ട മൃഗങ്ങള്, പിന്നെ ശ്വാസം മുട്ടി ചത്തത്, അതുപോലെ തന്നെ അടിച്ചു കൊന്നത്, വീണ് ചത്തത്, അതല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ആക്രമിച്ചുകൊണ്ട് അങ്ങനെ ചത്തത്, അതല്ലെങ്കിൽ എന്തെങ്കിലും കുത്തേറ്റ് ചത്തത്, ഇതിനെ ഒന്നും അള്ളാഹു നമുക്ക് ഹലാലാക്കിയിട്ടില്ല. എന്നാൽ ഈ മൃഗങ്ങളെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച രൂപത്തിൽ നമ്മൾ അറക്കുകയാണ് എങ്കിൽ അതെന്താകും? നമുക്ക് ഹലാലാകുകയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഉഹില്ലത് ലക്കുമുൽ അൻആം, മൃഗങ്ങൾ എന്താക്കിയിട്ടുണ്ട്? നിങ്ങൾക്ക് ഞാൻ ഹലാലാക്കി തന്നിട്ടുണ്ട്. ഇല്ലാ മാ യുത്ല അലൈക്കും, എന്നാൽ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്. അതാണ് ഈ പറഞ്ഞ മൈത്തു ദമും ലഹ്മുൽ ഖിൻസീറും, പന്നിമാംസങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ സംഗതികൾ. ഇവിടെ എന്തെല്ലാം? ഇതല്ലാത്ത ബാക്കിയുള്ള സംഗതികൾ നിങ്ങൾക്ക് ഹലാലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. തുടർന്നുള്ള ആയത്തിൽ പറയുകയാണ്, ഫജ്തനിബുർ റിജ്സ മിനൽ ഔസാൻ, ഷിർക്കിൽ നിന്നും നിങ്ങൾ എന്താക്കണം? ബഹുദൈവാരാധന എന്ന അല്ലെങ്കിൽ ബിംബാരാധന എന്ന ആ ഒരു സംഗതിയെ, റിജിസായിട്ടുള്ള ആ ഒരു സംഗതിയിൽ നിന്ന് നിങ്ങൾ എന്താകണം? വിട്ടു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആവശ്യപ്പെടുകയാണ്. വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. റിജിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അശുദ്ധി. ഇപ്പം നമുക്കറിയാം, ബിംബാരാധന അശുദ്ധിയാണ്. അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആളുകളെയും കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അശുദ്ധിയുള്ളവർ എന്നുള്ളതാണ്. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, വിശ്വാസികൾ അവരുടെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവരെന്താകും? നമ്മളൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും എന്ന് അവർ സത്യം ചെയ്യും. നമ്മളൊന്ന് അവരുടെ അടുക്കൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അവർ സത്യം ചെയ്യും. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഫഅരിദു അൻഹും, നിങ്ങൾ എന്താക്കണം? അവരിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇന്നഹും റിജ്സുൻ, തീർച്ചയായും അവരെന്താണ്? നജസാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പം വിഗ്രഹാരാധനയും നജസാണ്, അതുപോലെ തന്നെ അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളെയും നജസായിക്കൊണ്ടാണ് ഖുർആനിൽ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ, ആ വിഗ്രഹാരാധനയാകുന്ന ആ അശുദ്ധിയിൽ നിന്നും നിങ്ങൾ എന്താകണം? വിശ്വാസികളെ വിട്ടു നിൽക്കണം. വജ്തനിബു ഖൗലസ്സൂർ, അതുപോലെ തന്നെ കള്ളസാക്ഷ്യം, കള്ളത്തരം കാട്ടുന്നതിൽ നിന്നും നിങ്ങൾ എന്താക്കണം? വിട്ടു നിൽക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇവിടെ ശിർക്കിനെയും അതുപോലെ തന്നെ ഖൗലുസ്സൂർ, കള്ളസാക്ഷ്യത്തെയും അല്ലാഹു സുബ്ഹാനഹു വതആല ചേർത്തി പറയുകയാണ്. ഫജ്തനിബു റിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗലസ്സൂർ, ഖൗലസ്സൂറിനെയും ശിർക്കിനെയും നിങ്ങൾ എന്താക്കണം? വർജിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ദഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇതിന്റെ അവസാനത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാത്തൊരു കാര്യം സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ശിർക്ക്, അതുപോലെ തന്നെ അർഹമല്ലാത്ത നിലയിൽ നമ്മൾ ഒരാളെ ആക്രമിക്കുന്നത്, അതുപോലെ തന്നെ തിന്മ, അത് പ്രകടമായിട്ടാകട്ടെ ഗോപ്യമായിട്ടുള്ള ആകട്ടെ, ഇങ്ങനെയുള്ള സംഗതികളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഇതിനെ അവസാനത്തിൽ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിൽ നിന്നും അതും ഒരു തിന്മയായിട്ട് പഠിപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞതിന് ചുരുക്കം. ഷിർക്കിനെയും ഖൗലസ്സൂറിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചേർത്തി പറയുകയാണ്. അതുകൊണ്ട് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഖൗലുസ്സൂർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് അക്ബറുൽ കബായിറിനെ കുറിച്ച് പറയുന്ന സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൽ ഇഷ്റാഖു ബില്ലാഹ് വ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും വൻ പാപമാണെന്ന് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചാരി ഇരിക്കുകയായിരുന്നു. അപ്പൊ ആ ചാരി ഇരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് നീട്ടിരുന്നുകൊണ്ട് പറഞ്ഞു അലാ വ ഖൗലു സൂർ, അലാ വ ഖൗലു സൂർ. പിന്നെ അതുപോലെ തന്നെ അലാ വ ഖൗലു സൂർ അലാ വ ഷഹാദത്തു സൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. കള്ളസാക്ഷ്യം അത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വൻ പാപമാണ്. അതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഈ ആയത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇനി അടുത്ത ആയത്ത് ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി. ഏത് നിലയിലാകണം നിങ്ങൾ? ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബിഹി. നമ്മൾ പറഞ്ഞല്ലോ, വിഗ്രഹാരാധനയാകുന്ന ആ ഒരു പിന്നെ അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. എങ്ങനെയായിരിക്കണം? അള്ളാഹുവിന് നിഷ്കളങ്കമായി കൊണ്ട് അവനിൽ പങ്കു ചേർക്കാത്ത അവസ്ഥയിലായിരിക്കണം നിങ്ങളുടെ ആരാധന എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അവസ്ഥയിലായിരിക്കണം വിശ്വാസികൾ. ഇനി വമൻ യുശ്രിക് ബില്ലാഹ്, ഇനി ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ അവനിൽ വല്ലതിനെയും പങ്കു ചേർക്കുകയാണ് എങ്കിൽ ഫകഅന്നമാ ഖറ മിനസ് സമാ, അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ആളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത് അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അവന് രണ്ടവസ്ഥയാണ് പിന്നുണ്ടാവാം. ഒന്ന്, അവന് ഏതെങ്കിലും വലിയ പക്ഷികൾ വന്നുകൊണ്ട് റാഞ്ചി കൊണ്ടുപോകും. ആകാശത്ത് നിന്ന് വീണ ആ സംഗതിയെ ഒന്നൂക്കല് അവന് പക്ഷികൾ വന്ന് റാഞ്ചി കൊണ്ടുപോകും. അല്ല എങ്കിൽ കാറ്റ് വന്നുകൊണ്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് അവനെ എത്തിക്കുകയും ചെയ്യും. അവനൊരു തുമ്പുണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഫിറുകളെ കുറിച്ച് പറഞ്ഞു, ഇന്നൽ കാഫിറ ഇദാ തവഫത്തുഹു മലായികത്തുൽ മൗത്ത്, മലക്കുൽ മൗത്ത് കാഫിറിനെ മരിപ്പിക്കുമ്പോൾ അവരുടെ റൂഹുമായിട്ട് മലക്കുകൾ ആകാശത്തേക്ക് പോകും. അങ്ങനെ അവർ ആകാശത്തെത്തുന്ന സമയത്ത് അവർക്ക് ആകാശത്തിന്റെ കവാടം എന്താക്കൂല, അല്ലാഹു സുബ്ഹാനഹു അവിടുന്ന് തുറക്കപ്പെടുകയില്ല. മറിച്ച് അവരുടെ റൂഹിനെന്താകും, എറിയപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അഥവാ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അതുപോലെ തന്നെ അവർ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ റൂഹ് ആകാശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടുകയില്ല. മറിച്ച് അവരുടെ റൂഹിനെ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ എറിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഇഖ്ലാസോട് കൂടെ പങ്കു ചേർക്കാത്ത ആ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ അവനെ ആരാധിക്കേണ്ടതും. ഇനി ആരെങ്കിലും അവനെ ആരാധിക്കാതെ ശിർക്ക് ചെയ്യുകയാണ് എങ്കിൽ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ് എന്നും, ആ ആകാശത്ത് നിന്ന് വീണവന് രണ്ടവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ പക്ഷികൾ അവനെ റാഞ്ചി കൊണ്ടുപോയി ഏതെങ്കിലും സ്ഥലത്തേക്ക് ആക്കും. അതല്ല എങ്കിൽ കാറ്റ് വന്നുകൊണ്ട് ദൂരപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അവനെ മാറ്റുകയും ചെയ്യും എന്ന ഒരു ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പവിത്രമാക്കിയിട്ടുള്ള ആ വസ്തുക്കളെ നമ്മൾ ആദരിക്കുകയാണ് എങ്കിൽ അവന് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഖൈറുണ്ട്. ആ ഖൈറിൽ മനസ്സിലാക്കേണ്ടത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുള്ള സംഗതികൾ ചെയ്യുന്നതിൽ പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഉപേക്ഷ വരുത്താൻ പറഞ്ഞ സംഗതികൾ ഉപേക്ഷിക്കുന്നതിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ മൃഗങ്ങളെയും അള്ളാഹു പ്രത്യേകം നിഷിദ്ധമാക്കിയിട്ടുള്ള മൃഗങ്ങൾക്ക് പുറമേയുള്ള മൃഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്, നമുക്ക് ഹലാലാക്കി. അതുപോലെ തന്നെ ശിർക്കിൽ നിന്നും ഖൗലു സൂർ, കള്ളസാക്ഷ്യത്തിൽ നിന്നും നിങ്ങൾ എന്താക്കണം, വിട്ടു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ടായത്തിലൂടെ. ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به
ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.